മൈ സോഷ്യൽ മെസ്സേജ് മൈ യൂട്യൂബ് ചാനൽ ഈ ആഴ്ചയിലെ തേർഡ് വീഡിയോയിലേക്ക് പോകാം. അടുത്ത ആഴ്ച 3 ഗാനങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരെയും കർത്താവ് ഇമ്മാനുവേൽ തങ്കച്ചിറടയിൽ മറച്ചുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദിവസനിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ആ വിഷയത്തിന് ഈയിടെ മറുപടി കിട്ടുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ കഴിഞ്ഞ റീസെൻ്റ്ലി തന്നതാണ് ഈ ഒരു ഗാനം, 3-ാമത്തെ ഗാനം, എല്ലാം സഹിച്ചൊരു ദൈവം. അപ്പം എല്ലാം സഹിച്ചൊരു ദൈവം നമ്മുടെ മരിച്ചുപോയവർക്കും ഇപ്പോൾ ജനിച്ച ശിശുക്കൾക്കും ഇനി വരുവാനുള്ള തലമുറയ്ക്കും വേണ്ടി കർത്താവ് സഹിച്ചു എന്നേക്കപ്പെടും. അതുകൊണ്ട് ക്രിസ്തുവേശുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നും പറഞ്ഞ് നമ്മൾ തെറ്റ് ചെയ്യണമെന്നല്ല, കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ കർത്താവ് എല്ലാം സഹിച്ചൊരു ദൈവം എന്നും പറഞ്ഞ് ആദ്യം എനിക്ക് ഇട്ട് തന്നു. എല്ലാം ആദ്യം ഇട്ട് തരികയാണ്. കർത്താവിൻ്റെ കയ്യൊപ്പുള്ള പാട്ടുകളൊന്നും എഴുതുകയും വേണ്ട, ഒന്നും വേണ്ട. അത് അന്നേരം ബൈഹാർട്ടായി 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ഒരു പാട്ടൊക്കെ റെഡിയാകുന്നത്. എത്ര പേര് വിശ്വസിക്കും? 2009 തൊട്ടുള്ള പാട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാതെ കിടപ്പുണ്ട്. പക്ഷേ ചില പാട്ടുകൾ 1 മിനിറ്റ് 2 മിനിറ്റ് മതി. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി എന്നല്ല അതെന്ത് പറയാനേ. അപ്പോൾ കർത്താവ് ഈ ഉത്സവത്തിന് 2ാമത്തെ സ്റ്റാൻസാണ് പറയുന്നത്, അറിവില്ലായ്മയുടെ കാലങ്ങളിൽ അരുതായ്മ ചെയ്തപ്പോഴും അറിവില്ലായ്മയെ കണ്ട് ക്ഷമിച്ച ദൈവം. എത്ര കറക്റ്റാണത് എൻ്റെ പ്രിയമുള്ള ശ്രോതാക്കളെ. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ എത്ര പേര് പറഞ്ഞു നമുക്ക് അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നമ്മൾ പല തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്, നമ്മൾ ബലഹീനരാണ് മനുഷ്യൻ. കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. അറിവില്ലായ്മ, നമുക്കൊരു അഭിഷേകം ഇല്ലായിരുന്നു, നമുക്ക് ഈ ദൈവത്തോട് വലിയ പ്രാർത്ഥനയില്ലായിരുന്നു, വിശ്വാസമില്ലായിരുന്നു. വീട്ടുകാരൊക്കെ നമുക്ക് വേണ്ടി, എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. എൻ്റെ സഹോദരങ്ങളും മാതാവൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അങ്ങനെ, അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വിശ്വാസമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ നമ്മളിങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി നമ്മൾ പള്ളിയിൽ പോകാൻ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ആയിരുന്ന സമയത്ത് നമ്മൾ തെറ്റുകൾ കുറ്റങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നല്ല പറയുന്നത്. അല്ല, പാസ്റ്റർമാർ വരെ പറഞ്ഞ എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത്, ഇങ്ങനെ വെറുതെ തമാശക്കാലും പറയുന്ന കേട്ടാണ് വിശ്വരൂപവും അവതാരമൊക്കെ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ കർത്താവ് പറഞ്ഞത് അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ചെയ്ത പാവങ്ങൾ അറിവില്ലായ്മയായി കണ്ട് ക്ഷമിച്ച ദൈവം. അതെ, നമ്മുടെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മളോട് ക്ഷമിച്ച ദൈവമാണെന്ന്. ഇതിൽ കൂടുതൽ നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? മനുഷ്യർ നമ്മളോട് ക്ഷമിക്കുമോ? നമ്മൾ ചില തെറ്റുകൾ ചെയ്താൽ മനുഷ്യർ ക്ഷമിക്കത്തില്ല. അവർ നമ്മളെ പുറമേ ഇങ്ങനെ നമ്മളോട് അവർ സ്നേഹം കാണിച്ചില്ല, അവരുടെ മനസ്സിൽ കാണും, നീ എന്നാ അന്നങ്ങനെ ചെയ്തില്ലയോ, അന്നങ്ങനെ പറഞ്ഞില്ലയോ. സത്യം. കർത്താവ് വീണ്ടും സംസാരിക്കണം. നമ്മൾ മനഃപൂർവ്വം ഒരു തെറ്റിലേക്ക് നമ്മൾ വീഴുമ്പോഴാണ് വലിയ തെറ്റാകുന്നത്. അതെ, നമ്മൾ ഇൻസിഡൻ്റായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളൊരു പാപത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് വീണുപോയി. അത് കർത്താവ് ക്ഷമിക്കും. അല്ല കരുതിക്കൂട്ടി ഇന്നപ്പോൾ ഒരു പാപം ചെയ്യണം, ഇന്ന ഡേറ്റിൽ ഇന്ന 3-ാം തീയതി നമുക്കൊരു ഒരു കാര്യമുണ്ട്, അതൊരു തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ആ തെറ്റിലേക്ക് പോകുമ്പോഴാണ് അത് വലിയ പാവമായി തീരുന്നത്. കർത്താവിനോട് സംസാരിച്ചത് ഇതൊക്കെ എത്ര കറക്റ്റായ കാര്യങ്ങളാണ്. അപ്പോൾ ബലഹീനരാണ്, നമുക്ക് ബലഹീനത വരാം. ബലഹീനത വരുമ്പോൾ നമ്മൾ എന്ത് പറയണം? കർത്താവേ, ഞാൻ ബലഹീനയാണ്, അല്ലെ ഞാൻ ബലഹീനനാണ്, എനിക്കിതിനെ അതിജീവിക്കാനുള്ള, ഈ പാവത്തിൽ വീഴാതെ എനിക്കെൻ്റെ കർത്താവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയും. എന്തു പറയും? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ്, മൈ സ്ട്രെങ്ത് വിൽ വിത്ത് കവർ യുവർ വീക്ക്നെസ്സസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് കർത്താവ് നമ്മളോട് പറയും. കർത്താവിനെ സംസാരിച്ച കാര്യമാണ്. എന്താണ്? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. പെട്ടെന്ന് നമുക്ക് ഒരു തെറ്റുകളും കുറവുകളും കുറ്റങ്ങളും ബലഹീന വീഴ്ചകളും ഉണ്ടാകാം, സ്വാഭാവികമാണല്ലോ, മനുഷ്യരല്ലേ. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ബലപ്പെട്ട് ശക്തീകരിച്ച് ഇന്ദ്രിയ ജയത്തോടുകൂടി ജീവിക്കുവാൻ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് വാസ്തവമായി സംസാരിച്ച ആ സോങ്, എളിയ ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുന്നു സൂസൻ ഉള്ളന്നൂർ. ഇന്നത്തെ സോങ് കൂടെ ആകുമ്പോഴേതുകൊണ്ട് എനിക്ക് തോന്നിയിട്ട് 140 സോങ്ങോളം പാടി തന്നിട്ടുണ്ട്. എല്ലാവരും പാട്ടൊക്കെ കേൾക്കണം, പാട്ടൊക്കെ വെറുതെ കേൾക്കണം, പാട്ടൊക്കെ വെറുതെ ഇങ്ങനെ പാടിയൊക്കെ നടക്കണം. അപ്പോൾ എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ തേർഡ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം. എല്ലാം സഹിച്ചൊരു ദൈവം, എല്ലാം പൊറുക്കുന്ന ദൈവം, എല്ലാവരോടും ക്ഷമിക്കുന്ന ദൈവം, എല്ലാം മറക്കുന്ന ദൈവം, എല്ലാം സഹിച്ചൊരു ദൈവം,
എല്ലാം പൊറുക്കുന്ന ദൈവം, എല്ലാവരോടും ക്ഷമിക്കുന്ന ദൈവം, എല്ലാവരിലും ഉന്നതൻ ദൈവം. അറിവില്ലായ്മയുടെ കാലങ്ങളിൽ അരുതായ്മ ചെയ്തപ്പോഴും അറിവില്ലായ്മയായി കണ്ട് ക്ഷമിച്ച ദൈവം. അറിവില്ലായ്മയുടെ കാലങ്ങളിൽ അരുതായ്മ ചെയ്തപ്പോഴും അറിവില്ലായ്മയായി കണ്ട് ക്ഷമിച്ച ദൈവം. അരുതാത്ത കാര്യങ്ങൾ തിരുമുൻപിൽ വരുമ്പോൾ അരുതേ എന്ന് ചൊല്ലുവാൻ ശക്തി നൽകുന്നു. അരുതാത്ത കാര്യങ്ങൾ തിരുമുൻപിൽ വരുമ്പോൾ അരുതേ എന്ന് ചൊല്ലുവാൻ ശക്തി നൽകുന്നു. എല്ലാം സഹിച്ചൊരു ദൈവം, എല്ലാം പൊറുക്കുന്ന ദൈവം, എല്ലാവരോടും ക്ഷമിക്കുന്ന ദൈവം, എല്ലാവരിലും ഉന്നതൻ ദൈവം. എല്ലാം സഹിച്ചൊരു ദൈവം, എല്ലാം പൊറുക്കുന്ന ദൈവം, എല്ലാവരോടും ക്ഷമിക്കുന്ന ദൈവം, എല്ലാവരിലും ഉന്നതൻ ദൈവം. പാവം വെറുത്തിട്ട് പാപിയെ സ്നേഹിക്കും, പാവന സ്നേഹത്തിൽ ചേർത്തിടും അവൻ. പാവം വെറുത്തിട്ട് പാപിയെ സ്നേഹിക്കും, പാവന സ്നേഹത്തിൽ ചേർത്തിടും അവൻ. പിന്മാറിയാലോ അവനുള്ളത്തിൽ പ്രസാദമില്ല, അവനെ അന്വേഷിക്കുന്നവർക്കരികിൽ വന്നിടും. പിന്മാറിയാലോ അവനുള്ളത്തിൽ പ്രസാദമില്ല, അവനെ അന്വേഷിക്കുന്നവർക്കരികിൽ വന്നിടും. എല്ലാം സഹിച്ചൊരു ദൈവം, എല്ലാം പൊറുക്കുന്ന ദൈവം, എല്ലാവരോടും ക്ഷമിക്കുന്ന ദൈവം, എല്ലാവരിലും ഉന്നതൻ ദൈവം. എല്ലാം സഹിച്ചൊരു ദൈവം, എല്ലാം പൊറുക്കുന്ന ദൈവം, എല്ലാവരോടും ക്ഷമിക്കുന്ന ദൈവം,